ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് മോയിസ്ചറൈസറിൻ്റെ ഗുണങ്ങളാണ്. നമ്മൾ മോയിസ്ചറൈസർ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. മോയിസ്ചറൈസർ നിർബന്ധമാണോ, നമ്മുടെ സ്കിൻ കെയറിൽ മോയിസ്ചറൈസറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ ഞാൻ ഓർത്തു ഒരു വീഡിയോയിൽ ആക്കി പറയാമെന്ന് വിചാരിച്ചു. അതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അതിന് മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനെ ഈർപ്പമുള്ളതാക്കി വെക്കുന്നു എന്നതാണ് മോയിസ്ചറൈസറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വരണ്ട സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഈർപ്പമുള്ളതാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ മോയിസ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. ഇനി മോയിസ്ചറൈസർ നിർബന്ധമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോയിസ്ചറൈസർ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മോയിസ്ചറൈസർ ഏറ്റവും നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ല ഒരു മോയിസ്ചറൈസർ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഒരു വിചാരം കാണും, ഓയിലി സ്കിന്നുകാർക്ക് മോയിസ്ചറൈസർ യൂസ് ചെയ്യേണ്ടതാണ്. എങ്കിൽ ആ ഒരു ധാരണ എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് ഈ ഓയിലി സ്കിന്നുകാർക്കാണ്. അവരുടെ ഫേസിലുള്ള ഓയിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മോയിസ്ചറൈസർ. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഇഷ്യൂസ്, അതുപോലെ ഫേസിലുണ്ടാകുന്ന കുരുക്കളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മോയിസ്ചറൈസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ സ്കിൻ കെയറിൻ്റെ സ്റ്റെപ്പാണ് മോയിസ്ചറൈസർ എന്ന് പറയുന്നത്. മോയിസ്ചറൈസർ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഓയിലി സ്കിന്നുകാരാണെങ്കിൽ 2 തവണ ഡബിൾ ക്ലെൻസർ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോണർ, നമ്മുടെ സ്കിന്നിന് ചേർന്ന ഏതെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യണം. ഏറ്റവും നല്ല ബെസ്റ്റ് ടോണറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ടോണർ എന്ന് പറയുന്നത് തന്നെ റോസ് വാട്ടറാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മോയിസ്ചറൈസർ യൂസ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചേർന്ന മോയിസ്ചറൈസർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണി കിട്ടും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് മോയിസ്ചറൈസർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് മോയിസ്ചറൈസറാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോയിസ്ചറൈസറാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല ഗ്ലോയും ഹൈഡ്രേറ്റഡും ഒക്കെ ആക്കി വെക്കുന്ന ഒരു മോയിസ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പോൺസിൻ്റെ മോയിസ്ചറൈസറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയിസ്ചറൈസർ. ഇത് നമുക്ക് നല്ലൊരു ഗ്ലോ, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയിസ്ചറൈസറാണ് കേട്ടോ. അപ്പം നമ്മൾ അത് നോക്കി യൂസ് ചെയ്യുക, നല്ലതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് മോയിസ്ചറൈസറാണ് ഞാനിവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.